ഋതുവിൻ്റെ പുതിയ വീഡിയോ ഈ സൗന്ദര്യമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ നെട്ടോട്ടം ഓടി നടക്കുന്നതിനെ കുറിച്ചാണ്. വ്യക്തിപരമായി ഞാൻ സത്യത്തിൽ ആളുകൾ സൗന്ദര്യം ഉണ്ടാക്കുന്നതിനൊന്നും എതിരല്ല. സൗന്ദര്യം ഉണ്ടാക്കാൻ വഴിയുണ്ടെങ്കിൽ അത് ആഗ്രഹമുള്ളവർ ചെയ്യട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അതിൻ്റെ പേരിൽ ആരോഗ്യമൊക്കെ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യുവതലമുറ ഇല്ലാത്ത പണം അതിൻ്റെ പേരിൽ ഒഴുക്കുന്നുവെങ്കിൽ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആളുകൾക്ക് ഉണ്ടാവുന്നെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. നിങ്ങളിൽ പലരും ഈ വീഡിയോ ഇന്നലെയൊക്കെ എൻ്റെ പല വീഡിയോൻ്റെയും താഴെ കമൻ്റായിട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഇത് രാഷ്ട്രീയം നല്ലതുകൊണ്ട് എനിക്കിതിൽ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. എന്തായാലും സൗന്ദര്യം ഉണ്ടാക്കാൻ പോകും മുമ്പ് ഇത് കണ്ട് കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ബോളിവുഡിലെ കൃത്രിമ സൗന്ദര്യ മാനദണ്ഡങ്ങൾ എത്രത്തോളം വിഷലിപ്തമായി പോയി എന്ന് ചോദിച്ചാൽ, ചിലരാണെങ്കിൽ തങ്ങളുടെ മൂക്കിൽ ശസ്ത്രക്രിയ ചെയ്യുന്നു, ചിലർ അവരുടെ സ്തനങ്ങൾ വലുതാക്കുന്നു, മറ്റു ചിലർ താടിയല് വരെ മാറ്റിക്കളയുന്നു, മറ്റു ചിലർ വെളുക്കാനുള്ള പ്രൊസീജിയറുകൾ ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒരു ശസ്ത്രക്രിയയാണ് ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ്. അതിൽ നിങ്ങൾ മരിക്കാനുള്ള സാധ്യത 3000-1. ഇതുകൊണ്ടൊക്കെ തന്നെ ഇത് സെലിബ്രിറ്റികളുടെ ജീവിതം മാത്രമല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതത്തെയും ബാധിക്കുന്നു. ഒരു റിസർച്ച് നോക്കിയാൽ കോയമ്പത്തൂരിൽ 1200ഓളം കൗമാരക്കാരിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടത് 77.6% പേരും സ്വന്തം ശരീര സൗന്ദര്യത്തിൽ തീരെ തൃപ്തിയില്ലാത്തവരെന്നാണ്. നമസ്കാരം കൂട്ടുകാരെ. സിനിമകളിലും സോഷ്യൽ മീഡിയകളിലും ബോളിവുഡ് സെലിബ്രിറ്റികളെ കാണുമ്പോൾ അവരുടെ കുറ്റമറ്റ ശരീരവും കവിളെല്ലുകളും യാതൊരു കുറവുമില്ലാത്ത മുഖവും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഇതിൽ എത്ര മുഖങ്ങൾ യഥാർത്ഥവും എത്ര എണ്ണം കൃത്രിമത്വം നിറഞ്ഞതുമാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവരെ കാണുമ്പോൾ എൻ്റെ മൂക്ക് അവരുടേതുപോലെ ആയിരുന്നെങ്കിൽ, എൻ്റെ ഫിഗറും ഇത്ര നന്നായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ, എൻ്റെ മുടി ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ കൂട്ടുകാരെ, നിങ്ങൾ ദൈവത്തിന്റെ വരദാനം എന്നൊക്കെ വിശ്വസിക്കുന്ന പല മുഖങ്ങളുടെയും സൗന്ദര്യം ഇന്ന് ഡോക്ടർമാരുടെ ദാനമാണ് എന്നതാണ് സത്യം. ബോളിവുഡിലെയും ഹോളിവുഡിലെയും സെലിബ്രിറ്റികളുടെ കാലാതിവർത്തിയായ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യമാണ് അവരുടെ മൂക്കിന്റെ ശസ്ത്രക്രിയ, ലിപ് ഫില്ലേഴ്സ്, സ്തനങ്ങളിൽ ശസ്ത്രക്രിയ ചെയ്ത് ജോ ലൈൻ ഓഗ്മെന്റേഷൻ, കൊഴുപ്പ് മാറ്റൽ സർജറി, ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ്, ചിൻ എൻഹാൻസ്മെന്റ്, ഫേസ് ലിഫ്റ്റ്, ബോട്ടോക്സ് തുടങ്ങിയ ധാരാളം വ്യത്യസ്തമായ കോസ്മെറ്റിക് സർജറികളും പ്രൊസീജിയറുകളും ഒക്കെ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ മൾട്ടി ബില്യൺ ഇൻഡസ്ട്രിക്ക് പിന്നിലുള്ള രഹസ്യം എന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ ഇൻഡസ്ട്രിയുടെ ഒരേ ഒരു ലക്ഷ്യം നിങ്ങളുടെ മുഖത്തെക്കുറിച്ച് നിങ്ങളിൽ അരക്ഷിതബോധം ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. വാസ്തവം എന്താണെന്ന് വെച്ചാല്, ബോളിവുഡിലെ 90% നടീനടന്മാരും ഏതെങ്കിലും ഒരു കോസ്മെറ്റിക് സർജറി നടത്തിയവരാണ്. പക്ഷെ ഇത് തുറന്നു സമ്മതിച്ചവർ വളരെ കുറവാണ്. ഉദാഹരണത്തിന് ശ്രുതി ഹാസൻ താൻ നോസ് ജോബും ലിപ് ഫില്ലർ പോലുള്ള കോസ്മെറ്റിക് സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് അവർ പലതവണ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. I did get my nose fixed. My nose was broken and quite different before. Then they said, did you get fillers? Yeah, I did. ശില്പ ഷെട്ടിയും തന്റെ മൂക്കിന് സർജറി ചെയ്തതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഇതേപോലെ പ്രിയങ്ക ചോപ്ര മൂക്കിന് സർജറി, പ്ലാസ്റ്റിക് സർജറി ചെയ്തതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അനുഷ്ക ശർമ്മ ലിപ്പ് എൻഹാൻസ്മെന്റ് ചെയ്തിട്ടുണ്ട്. ശ്രീദേവിയുടെ ചെറിയ കുട്ടി ഖുഷി കപൂറും ലിപ്പ് എൻഹാൻസ്മെന്റും മൂക്കിന്റെ കോസ്മെറ്റിക് സർജറിയും ചെയ്തതായി വ്യക്തമാക്കി. നിരവധി കോസ്മെറ്റിക് സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് രാഖി സാവന്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്. ദൈവം തരാത്തത് ഡോക്ടർ തരുമെന്ന് വരെ രാഖി സാവന്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സമ്മതിച്ചു തരാത്ത ഒരുപാട് സെലിബ്രിറ്റികൾ ഇപ്പോഴും നമ്മൾക്കിടയിലുണ്ട്. പക്ഷെ അവരുടെ പഴയ ചിത്രങ്ങളും പുതിയ ചിത്രങ്ങളും കണ്ടാൽ അവരെന്തൊക്കെ സർജറികളാണ് ചെയ്തിരിക്കുന്നതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതും നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ചർച്ച ചെയ്യാം. പക്ഷെ ആദ്യം തന്നെ എന്താണ് ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് നോക്കാം. പേര് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഇത് 10-40 വർഷം മുമ്പ് കണ്ടെത്തിയ ഒരു നൂതന ശസ്ത്രക്രിയയാണെന്ന്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. പ്ലാസ്റ്റിക് സർജറി ലോകത്തിലെ ഏറ്റവും പുരാതനമായ സർജറിയാണ്. ഏകദേശം 2600 വർഷം മുമ്പ് BC 600-ൽ സുശ്രുതനാണ് ആദ്യമായി റൈനോപ്ലാസ്റ്റി നടത്തിയത്. പ്ലാസ്റ്റിക് സർജറിയുടെ രേഖപ്പെടുത്തപ്പെട്ട ഒരു ആദ്യത്തെ കാലഘട്ടമാണിത്. റൈനോപ്ലാസ്റ്റി അഥവാ സംസാര ഭാഷയിൽ നമ്മൾ നോസ് ജോബ് എന്നാണ് പറയുക. ഈ സർജറിയിൽ മൂക്കിന്റെ രൂപത്തിലാണ് മാറ്റം വരുന്നത്. ഇത് ചെയ്യാനായി മൂക്കിന്റെ തൊലിഭാഗം നീക്കിക്കളയും. പിന്നീട് ഉള്ളിലുള്ള കാർട്ടിലേജ് ബോണിൽ ചെറിയ രൂപമാറ്റം വരുത്തി ഉരച്ചുരച്ച് എല്ലൊക്കെ വെട്ടിമാറ്റി തയ്യാറാക്കുന്നതാണ്. കാർട്ടിലേജ് സ്ഥാനം മാറുകയോ ട്രിം ചെയ്യുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അഥവാ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാലുണ്ടല്ലോ, നിങ്ങൾക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ശസ്ത്രക്രിയയാണിത്. ഇക്കാലത്തും എന്തെങ്കിലും അപകടം പറ്റാനുള്ള സാധ്യത ഒരു 5-10% ഈ സർജറിയിലുണ്ട്. സത്യം പറഞ്ഞാൽ പണ്ടത്തെ ആളുകൾ ഇത് ചെയ്തിരുന്നത്
സൗന്ദര്യവർദ്ധനവിനേ ആയിരുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലത്താണ് പ്ലാസ്റ്റിക് സർജറി മേഖലയിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. അന്ന് ആയിരക്കണക്കിന് ആളുകളുടെ മുഖം അപകടത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു. അത് ശരിയാക്കാൻ വേണ്ടി ന്യൂസിലാൻഡിന്റെ സർജൻ ഹാരോൾഡ് ഗില്ലീസ് ഇവരിൽ പുതിയ രീതി ഉപയോഗിച്ച് പ്ലാസ്റ്റിക് സർജറി നടത്തി അവർക്ക് പുതുജീവൻ പ്രദാനം ചെയ്തു. അവിടെ നിന്നാണ് പ്ലാസ്റ്റിക് സർജറി രംഗത്ത് പെട്ടെന്ന് കുതിച്ചു ചാട്ടം പോലെ ഒരു വളർച്ചയുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ശുശ്രുതനെ പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. 1930-40കളിൽ ഹോളിവുഡിൽ പ്ലാസ്റ്റിക് സർജറി വലിയ പ്രചാരത്തിലായി. Shattered faces of our war wounded turns to the gentler task of restoring tranquility to the face and mind of womanhood. Even the burden of an outsized inheritance need be suffered no longer now that the healing hand of plastic surgery can bring relief. അവിടെയും ഏതെങ്കിലും വിധത്തിലുള്ള സാരമായ പരിക്കിനുള്ള ഒരു ചികിത്സയെ ആയിരുന്നില്ല ഈ പ്ലാസ്റ്റിക് സർജറി. കൂടുതൽ സൗന്ദര്യം നേടാൻ വേണ്ടിയുള്ളതായിരുന്നു. ഇവിടെ സൗന്ദര്യം എന്നതിനെ ഞാൻ കോഡ്സ് ഇൻവേർട്ടഡ് കോമയിലാണ് പറയുന്നത്. കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവാണ്. ഒരു സമൂഹം സുന്ദരം എന്ന് വിശേഷിപ്പിക്കുന്നതെല്ലാം സമയാസമയങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. 1930കളിലും 40കളിലും ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലാണ് പ്രചാരത്തിലിരുന്നത്. 2000-ൽ സൈസ് 0 ആയിരുന്നു ഫാഷൻ. എത്ര മെലിഞ്ഞ സ്ത്രീയാണോ അത്രയും സുന്ദരി എന്നാണ് അവരെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാം തലതിരിഞ്ഞു പോയി. മെലിഞ്ഞിരിക്കുന്നതിനേക്കാൾ അല്പം ഒന്ന് തടിച്ചുരുണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതോടൊപ്പം തന്നെ പ്രദേശങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് ഇപ്പൊ സൗത്ത് കൊറിയയിലുള്ള ട്രെൻഡ് ആയിരിക്കില്ല അമേരിക്കയിൽ, ഇന്ത്യയിലേത് വേറെയാണ്. പക്ഷെ ഇവിടുത്തെ പോയിന്റ് ഇതാണ്, തങ്ങളുടെ പ്രദേശങ്ങളിൽ ഏറ്റവും സുന്ദരികളായിരിക്കുന്നതിന് വേണ്ടി അവരവരുടെ കാലത്ത് സെലിബ്രിറ്റികളൊക്കെ എല്ലാ കാലത്തും പ്ലാസ്റ്റിക് സർജറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് മർലിൻ മൺറോ 1940കളിലെ വളരെ പ്രശസ്തയായ ഹോളിവുഡ് നടിയാണ്. അവർ മൂക്കിന്റെയും താടിയലിന്റെയും സർജറി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലെ രസം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ആളുകൾക്ക് അവരുടെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത മുഖം ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇന്നത്തെ സൗന്ദര്യ സങ്കല്പം അന്നത്തെ സൗന്ദര്യ സങ്കല്പത്തെക്കാൾ വളരെ മാറിയിരിക്കുന്നു. ഇനി നമ്മുടെ ടൈം ലൈനിലേക്ക് വരികയാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയുടെ രംഗത്ത് അടുത്തൊരു വലിയ വഴിത്തിരിവുണ്ടാവുന്നത് 1970കളിലും 80കളിലുമാണ്. അക്കാലത്ത് പ്ലാസ്റ്റിക് സർജറിയൊക്കെ ഹോളിവുഡിൽ ഒരു സാധാരണ സംഭവമായി. ഏതോ അക്കാലത്ത് ബോളിവുഡിൽ പ്ലാസ്റ്റിക് സർജറി എത്താൻ ഇത്തിരി കാലതാമസം ഉണ്ടായി. ഏകദേശം ഒരു 2000-2010 ഒരു തുറന്ന ചർച്ച ഈ വിഷയത്തിൽ നടക്കുന്നത്. शिल्पा ने रियलाइज किया कि उनके सुंदर से चेहरे पर जो उनकी नाक है कुछ ज्यादा ही फुटेज खा रही है और बस पहुंच गई कॉस्मेटिक सर्जन के पास. ഇനി ഹോളിവുഡിലെയും ബോളിവുഡിലെയും സെലിബ്രിറ്റികൾ ചെയ്യുന്ന വിവിധ കോസ്മെറ്റിക് സർജറികളെ കുറിച്ച് പറയാം. ഇന്ന് ബോളിവുഡിൽ റൈനോപ്ലാസ്റ്റി, ലൈപ്പോസെക്ഷൻ, സ്തനത്തിന്റെ വലിപ്പം കൂട്ടൽ, ഫേസ് ലിഫ്റ്റ് തുടങ്ങിയ സർജറികൾ സർവ്വസാധാരണമായി എല്ലാവരും ചെയ്യുന്നുണ്ട്. ലൈപ്പോസെക്ഷനിൽ തങ്ങളുടെ ശരീരത്തെ മെലിഞ്ഞതാക്കാൻ വേണ്ടി ശരീരത്തിന്റെ പല ഭാഗത്തുമുള്ള അധികമുള്ള കൊഴുപ്പിനെ വലിച്ചെടുക്കും. സ്തനങ്ങൾ വലിപ്പം വെപ്പിക്കുന്നതിനായി ഒന്നുകിൽ നിങ്ങളുടെ തന്നെ ശരീരത്തിലെ കൊഴുപ്പ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സിലിക്കണോ എന്തെങ്കിലുമൊക്കെ സ്തനത്തിൽ വെച്ച് പിടിപ്പിക്കും. അതോടെ അവ വലിയതായി കാണും. ഫേസ് ലിഫ്റ്റില് മുഖത്തെ അയഞ്ഞ മസിലുകളെ സർജറിയുടെ സഹായത്തോടെ മുകളിലേക്ക് പൊക്കി വെക്കും. അതോടെ നമ്മളെ കാണുമ്പോൾ ഒരു 10-20 വയസ്സെങ്കിലും കുറവുള്ളതായിട്ട് തോന്നും. ഇതൊക്കെ കൂടാതെ ജോ ലൈൻ എൻഹാൻസ്മെന്റ് സർജറി ഉണ്ട്. അത് നമ്മളുടെ താടിയെല്ലിനെ രാഗിയോ മിനുക്കിയോ വെട്ടിമുറിച്ചോ ട്രിം ചെയ്തൊക്കെ രൂപമാറ്റം നടത്തി നല്ല അടിപൊളിയാക്കും. ഇവിടെ നിരവധി നടന്മാരും നടിമാരും ഒക്കെ ഈ സർജറി ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും തുറന്നു പറയില്ല. പക്ഷെ അവരുടെ ആദ്യകാലത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോകളും താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഉർവശി റൗത്തേല അവരുടെ ആദ്യത്തെ ചിത്രവും ഇപ്പോഴത്തെ ചിത്രവും നോക്കൂ. അവരുടെ മുഖത്ത് വലിയ മാറ്റം കാണാൻ പറ്റും. പറയുന്നത് അവർ റൈനോപ്ലാസ്റ്റി ചെയ്ത് മൂക്കിന്റെ രൂപം മാറ്റിയെന്നാണ്. അതേപോലെ മെലിഞ്ഞിരുന്ന മേൽചുണ്ട് ഇപ്പൊ കുറച്ച് തടിച്ചിരിക്കുന്നതും കാണാം. അത് ലിപ് ഫില്ലറുകൾ കൊണ്ടാണ് സാധ്യമാകുന്നത്. ഇതൊന്നും കൂടാതെ അവരുടെ കവിളില് മുമ്പത്തെക്കാളും അല്പം ഉയർന്നിട്ടാണ്. എന്നാൽ താൻ ഒരു തരത്തിലുള്ള കോസ്മെറ്റിക് സർജറിയും ചെയ്തിട്ടില്ലെന്ന് ഉർവശി എല്ലായ്പ്പോഴും ആണയിടുന്നു. About the other actresses, but all I can talk is about myself. 1,000,000% I'm all natural. This is how I was born and I'm completely natural. ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്ന് കരുതപ്പെടുന്ന 2 ബോളിവുഡ് നടിമാരാണ് ആയിഷ ടാക്കിയും മോനി റോയും. പക്ഷെ ഈ നടിമാർ മാത്രം ചെയ്യുന്ന കാര്യമല്ല കേട്ടോ, നടന്മാരും ചെയ്യുന്നുണ്ട്. ടൈഗർ ഷെറോഫ്, രാജ്കുമാർ റാവു തുടങ്ങിയ നടന്മാരും പ്ലാസ്റ്റിക് സർജറികൾ ചെയ്യുന്നുണ്ട്. So yeah, 8-9 years back I did little touch up on my chin with fillers, which is like a half an hour job. Because I wanted to feel more confident. ഏതെങ്കിലും ഒരു നടി ഞാൻ പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ അവർ കള്ളം പറയുകയാണെന്നാണ് ശ്രുതി ഹാസൻ പറയുന്നത്. കാരണം ആളുകളുടെ മുഖം ഇത്ര അധികമൊന്നും വെറുതെ മാറില്ല. ഇക്കാര്യമൊക്കെയും കോസ്മെറ്റിക് സർജൻ മിഥുൻ പഞ്ചൽ തന്റെ വീഡിയോയിലൂടെ സെലിബ്രിറ്റികളുടെ ആദ്യത്തെ രൂപം ഇപ്പോഴത്തെ രൂപം ഒക്കെ കാണിച്ച് താരതമ്യം ചെയ്യുന്നുണ്ട്. കൃത്യമായി ഏതൊക്കെ ഭാഗങ്ങളാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്തതെന്ന് അദ്ദേഹം വിവരിക്കും. लेकिन 2016 में बेफिक्र के टाइम पे वानी का लुक काफी ड्रामेटिकली चेंज हो गया. सबसे पहले उनका नोज शार्पर और मोर रिफाइन दिखने लगा. ये राइनोप्लास्टी का क्लियर साइन.
ഇതൊന്നും കൂടാതെ 60 വയസ്സായിട്ടും ഈ നടന്മാരുടെ മുഖത്ത് ഒരു ചുളിവും ഇല്ലാത്ത എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലേ? അതിന്റെ പുറകിലുള്ള രഹസ്യമാണ് സുഹൃത്തുക്കളെ ബോട്ടോക്സും ഫില്ലറുകളും. ഒരു ന്യൂറോടോക്സിൻ ആണ് ബോട്ടോക്സ് എന്ന് പറയുന്നത്. ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഭയങ്കര അപകടകാരിയായ സാധനമാണിത്. വളരെ വളരെ കുറച്ച് അളവിൽ ഉപയോഗിച്ചാൽ തന്നെ മസിലിന് ലഭിക്കുന്ന സിഗ്നലുകളെ തടയും, ചുളിവുകൾ ഇല്ലാതാകും. ഇതിലെ രസകരമായ കാര്യം ഇതിന്റെ ഇഫക്റ്റ് കുറച്ച് മാസത്തേക്കേ കാണൂ. നിങ്ങൾക്ക് എന്നും ചുളിവുകൾ ഇല്ലാതിരിക്കണമെങ്കിൽ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ബോട്ടോക്സ് എടുക്കേണ്ടി വരും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ചുളിവുകൾ മറച്ചത് കൊണ്ട് നമുക്ക് വയസ്സ് മറക്കാൻ എപ്പോഴും പറ്റില്ലല്ലോ. നിരവധി സെലിബ്രിറ്റികളുണ്ട്, അവരുടെ സ്കിന്നിൽ ഒരു ചുളിവും ഉണ്ടാകില്ല. പക്ഷെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്നെല്ലാം അവർക്ക് ഒരുപാട് വയസ്സായെന്നും ബോട്ടോക്സ് ചെയ്ത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയുമാണെന്നും നമുക്ക് തന്നെ മനസ്സിലാവുകയും ചെയ്യും. വേറൊരു അപകടകാരിയായ പ്രൊസീജിയറാണ് സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെന്റ്. നിരവധി നടിമാർ ഇന്നത് ചെയ്യുന്നുണ്ട്. കാജോൾ, പ്രിയങ്ക ചോപ്ര, ശില്പ ഷെട്ടി, ദീപിക പദുക്കോൺ, ശ്രീദേവി, ബിപാഷ ബസു തുടങ്ങി ഒരു വലിയ നിര തന്നെ ഇത് ചെയ്യുന്നുണ്ട്. കരിയറിന്റെ തുടക്കത്തിൽ ഇവരുടെ നിറമൊക്കെ കുറച്ച് ഇരുണ്ടതായിരുന്നു. എന്നാൽ ഇന്ന് അല്പം തെളിച്ചമൊക്കെ കാണാം. എങ്ങനെയാണ് ഈ മാറ്റം വന്നു എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ആദ്യമൊക്കെ അവർ നന്നായി വെയിലത്ത് നിൽക്കുമായിരുന്നു, ഇപ്പൊ നിൽക്കുന്നില്ല, അതുകൊണ്ട് പതുക്കെ പതുക്കെ അവരുടെ നിറം വെളുത്തതായി എന്നാണ്. What have you done for like your skincare routine? मैं बहुत पानी पीती हूँ. I drink a lot of water. I sleep 10 hours a night. പക്ഷെ പറഞ്ഞു വന്നാലുണ്ടല്ലോ, ഇതിലെ ചില നടിമാര് 100 രൂപേന്റെ 200 രൂപേന്റെ ഒക്കെ ക്രീമിന്റെ പരസ്യത്തിൽ പോലും പ്രത്യക്ഷപ്പെടുന്നവരാണ്. നിങ്ങളുടെ ചർമ്മത്തെ വെളുത്തതാക്കുമെന്ന് അവർ അവകാശവാദം ഉന്നയിക്കും. ഈ വെളുത്ത ചർമ്മത്തിന്റെ രഹസ്യം ഏതെങ്കിലും ക്രീമോ വെയിൽ കൊള്ളാത്ത ഒന്നും അല്ല കേട്ടോ. വാസ്തവത്തിൽ ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ ആണ്. സ്കിൻ ലൈറ്റനിങ്ങിന്റെ ഏറ്റവും പ്രചാരണത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണിത്. യഥാർത്ഥത്തിൽ കടുത്ത കരൾ രോഗങ്ങൾക്കും കീമോതെറാപ്പിയിൽ നിന്നുണ്ടാവുന്ന ന്യൂറോടോക്സിസിറ്റി തടയാനുമൊക്കെ വേണ്ടിയുള്ളതാണ് ഗ്ലൂട്ടാതയോൺ. ഇവയെ നിയന്ത്രിക്കാനുള്ള നിയമം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കൂടുതലും ചർമ്മം വെളുപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും അപകടം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഉപയോഗം നിശ്ചിത കോഴ്സിൽ നിന്ന് അല്പം മാറിയാൽ പോലും ഇവ തെറ്റായി ഉപയോഗിച്ചാലും നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും. 2025 ജൂൺ 27 നടി ഷെഫാലി ജാരിവാല ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ എടുത്തതിന് പിന്നാലെ മരണമടഞ്ഞ വാർത്ത ഓർമ്മയില്ലേ? പ്രാഥമിക അന്വേഷണത്തിൽ ആ രാത്രി ഷെഫാലി വെറും വയറ്റിൽ ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ എടുത്തായി കണ്ടെത്തി. അതോടെ അവരുടെ BP കുറഞ്ഞു, ഹൃദയസ്തംഭനം ഉണ്ടായി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല കേട്ടോ. ഇതുപോലെ അപകടകാരികളായ നിരവധി പ്രൊസീജിയേഴ്സ് ഉണ്ട്. ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ് സർജറി അതുപോലെയാണ്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ കൊഴുപ്പെടുത്ത് ബർട്ടെക്സിൽ നിറയ്ക്കുന്നതാണ് ഈ പ്രൊസീജിയർ. ഇത്തരം 3000 സർജറികൾ നടക്കുമ്പോൾ ഒരാൾ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങളുടെ മരിക്കാനുള്ള സാധ്യത 3000-ൽ-1, ചെറിയ നമ്പർ അല്ലാതെ. ഇവിടെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ സർജറി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 1 ദശാബ്ദമായി ലോകത്തെ ഏറ്റവും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായി കോസ്മെറ്റിക് സർജറി മാറുന്നു. ഈ പഠനത്തിൽ പറയുന്നത് ഇത്തരത്തിൽ മരണം സംഭവിച്ച് 50% പേരും മരിച്ചത് ശസ്ത്രക്രിയ ടേബിളിൽ വെച്ച് തന്നെയാണെന്നാണ്. ബാക്കി 50% പേർ സർജറി കഴിഞ്ഞ് 3 മണിക്കൂറിന് ശേഷം മരിച്ചുപോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, പുറത്തുനിന്ന് കാണുമ്പോൾ ആളുകൾക്ക് ഇത്രയും ഗ്ലാമറസ് ആയി തോന്നുന്ന ഓരോന്നും എന്തുമാത്രം അപകടം പിടിച്ചതാണെന്ന്. പക്ഷെ എല്ലാ സർജറികളും ഇതുപോലെ ജീവൻ എടുക്കുന്നവയല്ല. മിക്ക സർജറികളും താരതമ്യേന സുരക്ഷിതമാണ്. പക്ഷെ ഇന്ത്യയിൽ നിരവധി ബ്യൂട്ടി ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള സ്റ്റാഫിന് വേണ്ടത്ര പ്രൊഫഷണൽ പരിശീലനം ലഭിക്കാത്തവരാണ്. ഇവിടങ്ങളിൽ കോംപ്ലിക്കേഷന്റെ റിസ്ക് വളരെ കൂടുതലാണ്. 2022 ബംഗളൂരുവിൽ കന്നഡ നടി ചേതനയുടെ ലിപ്പോസെക്ഷൻ സർജറിക്കിടെ മരണം സംഭവിച്ചു. സർജറിക്ക് ശേഷം അവരുടെ ശ്വാസകോശത്തിൽ വെള്ളം നിറയാൻ തുടങ്ങുകയും സർജറി ചെയ്തിരുന്ന ക്ലിനിക്കിലാണെങ്കിൽ ഈ സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. സ്ഥാനങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോഴും ഇത്തരത്തിലുള്ള നിരവധി ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാവും. ബോളിവുഡ് താരമായ ഷെർലിൻ ചോപ്ര 2021 സ്ഥാനങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അതിനുശേഷം നടുവേദന, ചുമലില് വേദന എന്നിവ വരാൻ തുടങ്ങി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായി, നെഞ്ചുവേദന, ബ്രെയിൻ ഫോഗ് വരെയുള്ളതായി അവർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. Chronic neck pain, shoulder pain, back pain, chest pain, shortness of breath, brain fog, इस तरह के symptoms से मैं जूझ रही थी. പിന്നീട് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഈ വേദനകൾക്കൊക്കെയുള്ള കാരണം സ്ഥാനങ്ങളുടെ സർജറി ആയിരുന്നു എന്നാണ്. मैंने कई सारे मेडिकल इन्वेस्टिगेशंस करवाए. पता चला कि फसाद की जड़ ये हेवी ब्रेस्ट इम्प्लांट्स हैं. പിന്നീട് അവർ ഈ ഇംപ്ലാന്റ്സ് ഒക്കെ ഒഴിവാക്കുകയും അതൊരു വലിയ ഭാരമായിരുന്നു എന്ന് ഷെർലി ചോപ്ര തന്നെ പറഞ്ഞു. അതുപോലെ പ്രിയങ്ക ചോപ്ര 2000-ൽ റൈനോപ്ലാസ്റ്റി ചെയ്തിരുന്നു. അന്ന് അവരുടെ മൂക്കിന്റെ പാലം ഡോക്ടർ അബദ്ധത്തിൽ മുറിച്ചു. കണ്ണിന്റെയും മൂക്കിന്റെയും ഇടയിലുള്ള ഭാഗമാണ് ഈ മൂക്കിന്റെ പാലം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം. അതാണ് അബദ്ധത്തിൽ മുറിച്ചു പോയത്. അതോടെ പ്രിയങ്കയുടെ മൂക്ക് തകർന്നു പോയി. അവരുടെ മുഖത്തിന് സാരമായ മാറ്റം സംഭവിച്ചു. അതോടെ അവരെ 3 ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്നും അവർ വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് വീണുവെന്നും പ്രിയങ്ക തന്നെ പറഞ്ഞു. Rug was pulled from under me. I was thrown out of 3 movies. It was a dark phase. My face looks completely different and I went into a deep
deep depression. അവരുടെ കരിയർ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവസാനിച്ചതുപോലത്തെ ഒരു അവസ്ഥയായി. എല്ലാം ഉപേക്ഷിച്ച് തന്റെ നാടായ ബറേലിയിലേക്ക് പോകാതിരിക്കുമ്പോഴാണ് സംവിധായകൻ അമിത് ശർമ്മ അവരുടെ സഹായത്തിനെത്തി അവർക്കൊരു സിനിമ ഓഫർ ചെയ്യുന്നത്. तो मुझे ये पता लगा कि उसने अपना नोज का कुछ ऑपरेशन कराया, तो और जूलिया रॉबर्ट बनने के चक्कर में पाउटिंग लिप्स के हिसाब से कुछ किया उसने, और मैंने उनको एक टोकन का चेक दिया था. बोले हम आपका वेट कर रहे थे, ये चेक आप ले लो और हम तो अभी बरेली जा रहे हैं. പിന്നീട് പ്രിയങ്കയ്ക്ക് തന്റെ മൂക്ക് ശരിയാക്കാൻ നിരവധി ഓപ്പറേഷനുകളാണ് നടത്തേണ്ടി വന്നത്. നടി കോയന മിത്രയുടെ റൈനോപ്ലാസ്റ്റിയും ഇതുപോലെ പിഴച്ചുപോയി. അതോടെ അവരുടെ കരിയറും അവസാനിച്ചു. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് സർജറി പാളിപ്പോകുന്നതല്ല, ആ ഏതെങ്കിലും സർജറി ശരിയാവുന്നതാണ് ശരിക്കുമുള്ള അപകടം. കാരണം ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ സർജറി ശരിയാവുന്നതിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെ മാനസികമായി തന്നെ വളരെ പ്രതികൂലമായി അത് ബാധിക്കും. കോടിക്കണക്കിന് ആളുകളിൽ അരക്ഷിതാവസ്ഥ, ശരീരം നല്ലതല്ലെന്ന് തോന്നൽ, ഭക്ഷണം കഴിക്കാനാവാത്ത അവസ്ഥ, മാനസിക സമ്മർദ്ദങ്ങൾ, അതുകൂടാതെ അസഹനീയമായ സാമൂഹിക സമ്മർദ്ദങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിന്റെ എല്ലാം ലാഭം എടുക്കുന്നതാരാണ്? ഈ മൾട്ടി മില്യൺ പ്ലാസ്റ്റിക് സർജറി വ്യവസായമാണ്. പ്ലാസ്റ്റിക് സർജറികൾ സെലിബ്രിറ്റികളുടെ ജീവനെ തന്നെ ഇല്ലാതാക്കുന്നു. പ്രിയങ്ക ചോപ്ര തന്റെ ഓർമ്മക്കുറിപ്പായ അൺഫിനിഷ്ഡിൽ പറയുന്നത് എന്താണെന്നറിയാമോ? മിസ് വേൾഡ് ജയിച്ചതിന് ശേഷം ബോളിവുഡിൽ വന്നപ്പോൾ ഒരു സംവിധായകൻ അവരോട് എണീറ്റ് നിന്നൊന്ന് ചുറ്റിത്തിരിഞ്ഞ് കാണിക്കാൻ പറഞ്ഞു. അയാൾ കുറെ നേരം പ്രിയങ്കയെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് അവരുടെ മൂക്കും ശരീരത്തിന്റെ ആകൃതിയും ഒന്നും ശരിയല്ലെന്ന് പറഞ്ഞു. അഥവാ നടിയാവണമെങ്കിൽ സ്തനത്തിന്റെയും താടിയലിന്റെയും ബട്ടക്സിന്റെയും ഒക്കെ പ്ലാസ്റ്റിക് സർജറി നടത്തണമെന്ന് അയാൾ പ്രിയങ്ക ചോപ്രയോട് പറഞ്ഞു. Before I became an actress, I met a producer director about the possibility of acting, and I was a beauty pageant winner at that time. I was Miss World, and he said everything was wrong about me. He said my nose was not proportionate. പ്രിയങ്ക പറയുന്നതിനനുസരിച്ച് നടികൾ എങ്ങനെയായിരിക്കണം എന്നതിന് തെറ്റായ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ബോളിവുഡ് എന്നും അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുമാണ്. But I think it was just there's such a false sort of perception of what women should look like. തന്റെ ആദ്യത്തെ ചിത്രമായ പരിണിതിക്ക് മുമ്പ് ഒരു നിർമ്മാതാവ് അവരുടെ മൂക്കിന് നീളം കൂടുതലാണെന്നും അത് പ്ലാസ്റ്റിക് സർജറി നടത്തി ശരിയാക്കണമെന്നും പറഞ്ഞുവെന്ന് വിദ്യാ ബാലൻ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു. ഇത് കേട്ട് ഭയന്നു പോയെങ്കിലും താൻ സർജറി ചെയ്തില്ലെന്നാണ് വിദ്യ പറയുന്നത്. ഈ സമ്മർദ്ദമേറിയ നടികളെയാണ് ബാധിക്കുന്നതെങ്കിലും രാജ്കുമാർ റാവു പറയുന്നത് ഇതേ സമ്മർദ്ദം നടന്മാരും സഹിക്കുന്നുണ്ടെന്നാണ്. But it's the same, like if one wrong picture, because it has happened to be recently, so I know one wrong angle, one wrong picture, one wrong moment captured on camera, and people would just talk about it. പക്ഷേ ഏറ്റവും മോശം രീതിയിൽ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. സാധാരണക്കാരായ കോടിക്കണക്കിന് ആളുകൾ അഴകിന്റെ ഈ വ്യാജ മാനദണ്ഡങ്ങളെ തങ്ങളുടെ നിലവാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നവരാവുന്നു. ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കണ്ണിലൂടെ ഇതിനെല്ലാം ഒന്ന് കണ്ടു നോക്കൂ. അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ബോളിവുഡ് നടികളുടെ റീലുകൾ കാണുന്നു. എത്ര കോസ്മെറ്റിക് സർജറികൾ നടത്തിയിട്ടാണ് ഇവർ ഇത്രയും അഴകുള്ളവരായി ഇരിക്കുന്നതെന്ന് അവൾ അറിയുന്നില്ല. അവൾ ഇത് കാണുന്നു, എന്നിട്ട് കണ്ണാടിയിൽ തന്റെ മുഖം നോക്കുന്നു. അയ്യോ, എന്റെ ചർമ്മം എന്തുകൊണ്ട് അവരെ പോലെ തിളങ്ങുന്നില്ല, എന്റെ മൂക്ക് എന്താ അവരെ പോലെ അല്ലാത്തത്, എന്റെ ആകൃതി എന്താണ് ഇങ്ങനെ ആയിപ്പോയത്. അതോടെ അവർക്ക് തന്റെ ശരീരത്തോട് തന്നെ അതൃപ്തി തോന്നി തുടങ്ങുകയാണ്. ഈ ഒരു റിസർച്ച് നോക്കൂ. കോയമ്പത്തൂരിലെ കോളേജിൽ പോകുന്ന 1200ഓളം കൗമാരക്കാരിൽ നടത്തിയ പഠനത്തിൽ കണ്ടത് 77% പെൺകുട്ടികൾക്കും സ്വന്തം ശരീരത്തെക്കുറിച്ച് യാതൊരു മതിപ്പുമില്ലെന്നാണ്. ഒരു 27 വയസ്സുള്ള ഒരു യുവാവിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അയാളുടെ തലമുടിയിൽ ചില വെളുത്ത മുടികൾ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും അയാൾ സ്വയം 55-60 വയസ്സുള്ള ബോളിവുഡ് നടന്മാരുമായിട്ടാണ് തന്നെ സ്വന്തം താരതമ്യം ചെയ്യുന്നത്. അയാൾ നോക്കുമ്പോൾ നടന്റെ മുടി ഇപ്പോഴും കറുത്ത് ഇടതൂർന്നിരിക്കുന്നു, മുഖത്ത് ചുളിവുകളില്ല. ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ നിർഭാഗ്യവാൻ എന്ന് അയാൾ സ്വാഭാവികമായും ചിന്തിച്ചു പോകും. प्लास्टिक सर्जरी का नाम सुना? 4 करोड़ रुपए खर्चा किया. പക്ഷെ വാസ്തവം എന്താന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇന്ത്യൻ ജെനറ്റിക്സ്, അതായത് സൗത്ത് ഏഷ്യക്കാരുടെ ജനിതക പ്രത്യേകതകളിൽ ഒന്നാണ് ആൺകുട്ടികൾക്ക് ഒരു 26-27 വയസ്സാകുമ്പോഴേക്കും നരയുണ്ടാവുക എന്നത് സർവ്വസാധാരണമാണ്. 20-25 വയസ്സിനുള്ളിൽ അഥവാ തലമുടി നരക്കുകയാണെങ്കിൽ അതിന് അകാല നരയെന്നല്ലേ നമ്മൾ പറയാ. ഇത്തരത്തിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നൈസർഗികമായ മാറ്റങ്ങൾ ആദ്യമായി ഉണ്ടാകുമ്പോൾ സ്വയം നാണക്കേട് കൊണ്ട് നമ്മൾ ഭയങ്കര പാനിക്കാവും. അതുകൊണ്ടാണ് ആളുകൾക്ക് പല മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. ഇതിനെ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ BBD. ഇതൊരു മാനസികാവസ്ഥയാണ്. ഇവിടെ വ്യക്തിക്ക് തന്റെ ശരീരത്തിൽ കുറവുകൾ ഉണ്ടെന്ന് തോന്നുന്ന അവസ്ഥ. ഒരു ദിവസം മണിക്കൂറുകളോളം തന്റെ ശരീരത്തെക്കുറിച്ച് തന്നെ ഇവർ ചിന്തിക്കുന്നു. സത്യത്തിൽ ഇവരുടെ ശരീരം വളരെ നല്ലതായിരിക്കും, ചെറുതായി എന്തെങ്കിലും ഒരു കുറവൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത്തരം അവസ്ഥയുള്ളവരുടെ നിത്യജീവിതത്തെ അവരുടെ BBD വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. ചിലരാവണമെങ്കിൽ ഇക്കാര്യം കൊണ്ട് ആത്മഹത്യ വരെ ചെയ്തു കളയുന്നു.
ഇതൊക്കെ കൂടാതെ സ്വന്തം ശരീരത്തിൽ ആത്മവിശ്വാസമില്ലാത്തവരെ ഡിപ്രഷൻ, ഉത്കണ്ഠയൊക്കെ ഉണ്ടാകുമെന്ന് സിംഗപ്പൂരിൽ നടത്തിയ പഠനത്തിൽ പറയുന്നു. സ്വീഡനിലും യുവതികളിൽ നടത്തിയ പഠനങ്ങളിൽ ശരീര സൗന്ദര്യത്തിൽ ആത്മവിശ്വാസമില്ലാത്തവർക്ക് ഉത്കണ്ഠ, മാനസിക സംഘർഷമൊക്കെ ഉണ്ടാകുമെന്ന് കണ്ടെത്തി. ഒരു ഘട്ടത്തിൽ ഇവർ മയക്കുമരുന്നിലും മദ്യത്തിലും പുകവലിയിലുമൊക്കെ സന്തോഷം കണ്ടെത്തുന്നു. UK-യിൽ നടത്തിയ ഒരു പഠനത്തിൽ മനസ്സിലാവുന്നത് തന്റെ ശരീര സൗന്ദര്യത്തിൽ ആത്മവിശ്വാസമില്ലാത്ത സ്ത്രീകൾ പുകവലിക്കാനും കഞ്ചാവ് ഉപയോഗിക്കാനും മദ്യപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാ. അതുകൊണ്ട് ഇവരുടെ ഭക്ഷണക്രമം തെറ്റും. അങ്ങനെ ചിലർ കുറേ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർ തീരെ ഭക്ഷണം കഴിക്കാൻ മറന്നുപോകും. ഇത് സാംസ്കാരിക തലത്തിലും പ്രതികൂലമായി ബാധിക്കുന്നു. പ്ലാസ്റ്റിക് സർജറിക്ക് പ്രചാരം കൂടിയതോടെ ലോകത്ത് സാംസ്കാരിക വൈവിധ്യങ്ങൾ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എത്നിക് ഗ്രൂപ്പുകളിലെ ആളുകൾ തങ്ങളുടെ എത്നിക്കായ രൂപം മാറ്റിയിട്ട് പാശ്ചാത്യ സൗന്ദര്യ മാനദണ്ഡങ്ങളിലൂടെ രൂപമാറ്റം നടത്താൻ ശ്രമിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏഷ്യയിലെ ഡബിൾ ഐലിഡ് സർജറി. ഈസ്റ്റ് ഏഷ്യൻ ജനതയായ കൊറിയൻസ്, ജാപ്പനീസ്, ചൈനീസ് എന്നിവരിൽ 50% പേരിലും മേലെ കൺപോളയിൽ നൈസർഗികമായിട്ട് അങ്ങനെ മടക്കുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകൾ മറ്റുള്ളവരുടേതിനേക്കാൾ കുറച്ച് ചെറുതായിട്ട് തോന്നും. അവർ തങ്ങളുടെ കണ്ണുകൾ വലുതായി കാണിക്കാനായി ഡബിൾ ഐലിഡ് സർജറി നടത്തുക. ഇത് ഏഷ്യൻ അമേരിക്കക്കാരുടെ ഇടയിൽ ഏറ്റവും ആവശ്യക്കാരുള്ള ഒരു 3ാമത്തെ പ്ലാസ്റ്റിക് സർജറിയാണ്. പലരും പറയുന്നത് ഇത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണെന്നാണ്. പക്ഷെ പല ഗവേഷകരും പറയുന്നത് ഇത്തരം സർജറികൾ ആന്തരികമായ വർഗീയതയും സാംസ്കാരികമായ തുടച്ചുമാറ്റലുമാണ് നടത്തുന്നതെന്നാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ചില സൗന്ദര്യ സങ്കല്പങ്ങളോടൊപ്പം എത്തില്ലെന്ന് കരുതി നിങ്ങളെപ്പോലെ ഇരിക്കുന്നത്, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലെ ഇരിക്കുന്നത്, നിങ്ങളുടെ സമുദായത്തിൽ പോലെ ഇരിക്കുന്നത് കാണപ്പെടുന്നത് ഭംഗിയല്ലെന്ന് നിങ്ങൾ സമ്മതിക്കുന്നത് എത്ര സങ്കടമുള്ളൊരു കാര്യമാണ്. ബോളിവുഡിലെ മിക്ക സൗന്ദര്യ മാനദണ്ഡങ്ങളും ഹോളിവുഡിന്റെയും പാശ്ചാത്യ ലോകത്തിന്റെയും സ്വാധീനത്തിലാണ്. ഇന്ത്യയിൽ ആദ്യം എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും സ്വന്തമായ സൗന്ദര്യ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. കാരണം സൗന്ദര്യത്തിന് അങ്ങനെ ഒരു നിശ്ചിത നിർവചനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പ്ലാസ്റ്റിക് സർജറി കാരണം സൗന്ദര്യത്തിന് ഒരു നിശ്ചിത പ്രാമാണികത കൈവന്നു. എല്ലാവരും അത് പിന്തുടരാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്താണ്? കാർദാഷിയൻ ഫാമിലിയുടെ സ്റ്റൈലിലുള്ള ഒരു സ്വാധീനമാണ്. ഇതിനെ കാർദാഷിയൻ ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഹോളിവുഡും കാർദാഷിയൻസും ചേർന്ന് ലോകത്തിനൊരു പുതിയ മുഖം നൽകിയിരിക്കുക. അതിനെ ഇൻസ്റ്റാഗ്രാം മുഖം എന്നാണ് വിളിക്കുന്നത്. ഇതിൽ നോക്കൂ, പൂച്ചയെ പോലെ തോന്നിക്കുന്ന വലിയ കണ്ണുകൾ, ചെറുതും കൂർത്തതുമായ മൂക്ക്, ഉയർന്ന കവിളില്, വലിയ ചുണ്ടുകളൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഈ കാർദാഷിയൻ ജെന്നർ കുടുംബം സ്വയം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സൗന്ദര്യ മാനദണ്ഡങ്ങൾ വലിയ പ്രചാരത്തിലാക്കിയത്. ആശ്ചര്യം എന്നേ പറയണ്ടു. ബോളിവുഡിലെ ഭൂരിപക്ഷം നടിമാരും ഈ സ്റ്റാൻഡേർഡിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനായി അവർ പ്ലാസ്റ്റിക് സർജറി നടത്തി കാർദാഷിയനെ പോലെയൊക്കെ ആകാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ചില നടികളെ വില കുറഞ്ഞ കാർദാഷിയൻസ് എന്ന് വിളിച്ച് സിനിമാക്കാർ തന്നെ ട്രോളുകയും ചെയ്യുന്നു. Reality show about your family, what would you think it should be called? The Walmart Kardashians. Like the sasta version of the Kardashians. Why? How dare she? ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ സൗന്ദര്യ സങ്കല്പമൊക്കെ സമയത്തിനൊപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന്. പക്ഷെ ഏതൊരു സൗന്ദര്യ മാനദണ്ഡത്തിന്റെ പിറകെയും പോകുന്നത് തീർത്തും വിഡ്ഢിത്തരമാണ്. 2000-ൽ മെലിഞ്ഞതും സീറോ സൈസ് നായികമാരായിരുന്നു ബോളിവുഡിൽ ട്രെൻഡ് എങ്കിൽ ഇപ്പൊ ആരാണ്? കിം കാർദാഷിയന്റെ ഒരു ഗ്ലാസ് രൂപമാണ് ട്രെൻഡ്. ഈ ട്രെൻഡിനൊപ്പം ഓടുന്നവർ എങ്ങനെയൊക്കെ പെടുമെന്നൊന്ന് ആലോചിക്കൂ. ആദ്യം കൊഴുപ്പ് കളയാൻ ലിപ്പോസെക്ഷൻ ചെയ്യുക, പിന്നീട് ചുണ്ടുകളെ നേരിയതാക്കുക, പിന്നീട് അവയെ വലുതാക്കുക, ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ് ചെയ്യുക. വിഡ്ഢിത്തരമാണ് ഇതൊക്കെ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുകൊണ്ട് ആളുകളുടെ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ട്. പലരും ആഗ്രഹിക്കുന്നത് അവരുടെ പങ്കാളികൾ ബോളിവുഡിലെ സെലിബ്രിറ്റികളെ പോലെ ആകണമെന്നാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. പക്ഷെ അവർ തങ്ങളുടെ പങ്കാളികളുടെ ശരീരത്തെ ബോളിവുഡിലെ നടിമാരുടെ കുറ്റമറ്റ ആകാരവടിവുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നു. പക്ഷെ അങ്ങനെ അല്ലാതെ വരുമ്പോൾ അത് അവരുടെ ബന്ധത്തെ തന്നെ ബാധിക്കുകയാണ്. ഈ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായത് തന്റെ ഭാര്യ ബോളിവുഡ് താരത്തെ പോലെ ആയിരിക്കണമെന്ന് സ്വപ്നം കാണുന്നവർ തങ്ങളുടെ വൈവാഹിക ബന്ധത്തിൽ അതൃപ്തരായിരിക്കുമെന്നാണ്. അവരുടെ ഉത്തരവാദിത്തങ്ങളും അവർ നിറവേറ്റുന്നില്ല. അവരുടെ പങ്കാളിയുടെ ബാഹ്യരൂപത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ എത്ര തന്നെ നല്ലതായാലും ബാധിക്കില്ല. സമൂഹത്തിൽ ആളുകൾ അനുഭവിക്കുന്ന സൗന്ദര്യത്തെ ചൊല്ലിയുള്ള ആശങ്ക, സമ്മർദ്ദം, അരക്ഷിതാവസ്ഥ, ഇവരുടെയൊക്കെ നേട്ടം കൊയ്യുന്നത് ആരാന്ന് നോക്കൂ, ഈ പ്ലാസ്റ്റിക് സർജറി മാർക്കറ്റാണ്. നിങ്ങൾ ഈ ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം വെട്ടിത്തിളങ്ങും, ആത്മവിശ്വാസം വരും എന്നൊക്കെ പറഞ്ഞാണ് സ്ത്രീകൾക്ക് സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങളുടെ എല്ലാ മോഡലുകൾ ബോളിവുഡിലെ താരങ്ങളായിരിക്കും. നോക്കൂ, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾ ഞങ്ങളെ പോലെ ആകുമെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. ഇന്ത്യയിൽ ഒരു കൊല്ലം ഏകദേശം 2.43 കോടിയുടെ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ 4ാമത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. ഓൺലൈൻ ബ്യൂട്ടി ഉൽപ്പന്നങ്ങളുടെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റും ഇന്ത്യ തന്നെയാണ്. ഇതുകൂടാതെ ഇന്ത്യയിൽ കൊല്ലത്തിൽ 10 ലക്ഷം കോസ്മെറ്റിക് സർജറികളാണ് നടക്കുന്നത്. ഈ കണക്കിൽ ലോകത്ത് 7ാമതാണ് ഇന്ത്യ. റൈനോപ്ലാസ്റ്റിയിൽ ഇന്ത്യ ലോകത്ത് 2ാമത്, ലൈപ്പോസെക്ഷനിൽ ഇന്ത്യ 3ാമത്.
ഇവിടെ ബോളിവുഡ് സെലിബ്രിറ്റികൾ വഹിച്ച പങ്കിനെ കുറിച്ചാണ് പറയുന്നത്. അത് വളരെ വലുതാണ്. 25 പഠനങ്ങളുടെ മെറ്റാ അനാലിസിസ് പ്രകാരം സോഷ്യൽ മീഡിയയിൽ പ്ലാസ്റ്റിക് സർജറി നടത്തിയ സെലിബ്രിറ്റീസിന്റെ ഫോട്ടോകൾ കാണുമ്പോൾ സാധാരണക്കാർക്കും ഇത്തരം സർജറി നടത്താൻ മോഹം തോന്നുന്നേ. പ്ലാസ്റ്റിക് സർജറികളെ കുറിച്ച് പൊതു ഇടങ്ങളിൽ സംസാരിക്കുന്ന സെലിബ്രിറ്റികൾ പ്ലാസ്റ്റിക് സർജറിയെ വളരെ നിസാര കാര്യമാക്കിയാണ് ഈ അവതരിപ്പിക്കുന്നത്. സർജറി ചെയ്താൽ തനിക്ക് പ്രിയപ്പെട്ട സെലിബ്രിറ്റിയെ പോലെയാകാം തന്നെ കാണാൻ എന്ന് വിചാരിച്ച് പലരും അങ്ങനെ വിശ്വസിക്കുന്നു. സെലിബ്രിറ്റികൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? അവർ സ്വന്തം ജീവിതം മാത്രമല്ല കഷ്ടത്തിലാക്കുന്നത്, മറിച്ച് ഒരു മുഴുവൻ സമൂഹത്തെയും അതിലെ യുവതലമുറകളുടെ ചിന്തകളെയും നിങ്ങൾ തകർക്കുക കൂടിയാണ് ചെയ്യുന്നത്. I think she's amazing. I love her makeup, her style, her body. She kind of redefined contouring, made it cool again. And now I contour because of her. ഇനി എന്തെങ്കിലും ബാക്കി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി പണികൾ ഈ കമ്പനികളാണ് പൂർത്തിയാക്കുന്നത്. നിങ്ങൾ അരക്ഷിതരായിരിക്കുമോ? നിങ്ങളുടെ അരക്ഷിതാവസ്ഥ കടക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും അവർ നിങ്ങളെ പ്ലാസ്റ്റിക് സർജറി ചെയ്യിപ്പിക്കും. അവരുടെ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കും. ഓഷോ പറയുന്നത് ഈ സൗന്ദര്യ മാനദണ്ഡങ്ങൾ ഒരു മാനസിക അടിമത്തമാണെന്നാണ്. നിങ്ങൾ സങ്കടപ്പെടാനായിട്ട് സമൂഹമാണ് ഈ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ദുഃഖമുള്ള ആളുകളെ എളുപ്പത്തിൽ വഴിതെറ്റിക്കാനാവും. സൗന്ദര്യം എന്നത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്, പുറമേ ഉള്ളതൊന്നുമല്ല. ഏത് നിമിഷമാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അംഗീകരിക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങൾ അഴകുള്ളവരാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ നൈസർഗികമായ ആകാരം, നിങ്ങളുടെ ചർമ്മം, നിങ്ങളുടെ ശരീരപ്രകൃതി എന്നിവയെല്ലാം നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൗന്ദര്യ ലക്ഷണങ്ങളെല്ലാം വ്യാജമാണ്. യഥാർത്ഥ സൗന്ദര്യം നിങ്ങളെ സ്വയം അംഗീകരിക്കുന്നതിലാണ്, നിങ്ങളുടെ ശരീരത്തെ ബഹുമാനിക്കുന്നതിലാണ്, ശരിയായി സ്നേഹിക്കുന്നതിലാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്, പക്ഷെ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അടുത്ത തവണ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അരക്ഷിതരായി അനുഭവപ്പെടുകയാണെങ്കിൽ അപ്പം നിങ്ങൾ ഓർക്കുക, കാണുന്ന സൗന്ദര്യമൊന്നും യഥാർത്ഥമല്ല. നിങ്ങൾ കാണുന്ന മുഖങ്ങളെല്ലാം സർജറി ചെയ്ത് ഭംഗിയാക്കിയതും ഫിൽറ്ററുകൾ ഇട്ട് എഡിറ്റ് ചെയ്തതുമാണ്. ഇപ്പോൾ AI-യും വന്നിട്ടുണ്ട്. ഇന്റർനെറ്റിൽ കണ്ടതിന്റെ സ്വാധീനത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. നിങ്ങളുടെ അടുത്തുള്ള യഥാർത്ഥ ജീവിതങ്ങളെ നിങ്ങൾ കാണൂ. എങ്ങനെയാണ് ജനങ്ങൾ എന്ന് കാണൂ. നിങ്ങളുടെ യഥാർത്ഥ അഴക് ഈ പുറമെ കാണുന്ന വ്യാജ സൗന്ദര്യത്തെക്കാൾ എത്രയോ നല്ലതാണ്. ഇതിലെ രസകരമായ കാര്യം ഈ സെലിബ്രിറ്റികളുടെയൊക്കെ സൗന്ദര്യം മാത്രമല്ല, അവരുടെ ജീവിതത്തിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും കൃത്രിമത്വം കൊണ്ട് നിറഞ്ഞതാണ്. ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഫേക്ക് സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ, ഫേക്ക് ചിത്രങ്ങൾ, ഫേക്ക് ബുക്കിംഗ്സ്, ഒന്നും പോരാതെ കുറെ ഫേക്ക് പാപ്പരാസികളും. बहुत बहुत धन्यवाद.